സംഖ്യകളേക്കാൾ അപകടകാരികളാണ് മാർക്സ് സംഖ്യകളെന്ന് പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് നേതാവുമായ MK മുനീർ. RSSനേക്കാൾ വലിയ വർഗീയതയാണ് CPM പ്രചരിപ്പിക്കുന്നത്. വടകരയിൽ വർഗീയത പ്രചരിപ്പിച്ചത് CPM ആണ്. സംസ്ഥാനത്തെ 20 സീറ്റിലും UDF ജയിക്കുമെന്നും മുനീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സത്യത്തിൽ ഇത് പടച്ചുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ കാഫർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിശൂന്യരായിട്ടുള്ള ഒരു EP ജയരാജനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. അതൊരിക്കലും ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പക്ഷേ ഇവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവരിതൊക്കെ ഉണ്ടാക്കും. കാരണം അവർക്ക് അവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. ഈ വർഗീയ പ്രചരണങ്ങൾ അവിടെ ഷാഫിക്കെതിരെ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഷാഫി വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. കാരണം BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഈ മാർസംഖ്യകൾ മാറുകയാണ്. അപ്പോൾ പുതിയൊരു ജനസ് വന്നിരിക്കുകയാണ്, മാർസംഖ്യകൾ എന്ന് പറയുന്ന ഏറ്റവും അപകടകാരി. അപ്പോൾ VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം തുടരുന്നത്. രഞ്ജിത്ത്, ഈ മാർക്ക് സംഖ്യകൾ എന്ന് പറയുന്ന ഒരു പുതിയ വാക്കാണ് ഇവിടെ ഡോക്ടർ MK മുനീർ ഉപയോഗിച്ചിട്ടുള്ളത്. ഷാഫിക്കെതിരായ പ്രചാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത വിമർശനം. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ബിൽ, അദ്ദേഹം ഒരു 2 ട്രോളുകളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ട്രോളിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. അദ്ദേഹം EP ജയരാജനെ പോലുള്ള മണ്ടന്മാർ മാത്രമേ ഇത്തരത്തിലുള്ള കാഫിർ പ്രയോഗമൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തൂ എന്ന് ജയരാജനിട്ടൊരു ട്രോളുണ്ട്. അതുപോലെ തന്നെ CPMകാരെ മാർക്ക് സംഖ്യകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഈ 2 ട്രോളുകൾ മാറ്റിവെച്ചാൽ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. CPM ആണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. അവരെ ഉപമിക്കുന്നത് RSSനോടാണ്. അപ്പോൾ RSSൻ്റെ ഹിന്ദു വർഗീയത എന്ന അർത്ഥത്തിൽ തന്നെയായിരിക്കണം മുനീർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഹിന്ദു വർഗീയത RSSനേക്കാൾ കൂടിയ തോതിൽ ഉപയോഗിക്കുന്നത് CPM ആണ് എന്നുള്ളതാണ് MK മുനീർ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. MK മുനീറിൻ്റെ ആരോപണം വടകര തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. വടകര തെരഞ്ഞെടുപ്പിലാണ് UDF നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു പ്രചാരണം, അതായത് കാഫിറിന് വോട്ട് ചെയ്യരുത്, അത് അത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു. UDFും UDFിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആ സ്ക്രീൻഷോട്ടിനെ തീർത്തും എതിർക്കുകയും ആ സ്ക്രീൻഷോട്ട് UDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, അതിൽ പറയപ്പെടുന്ന ലീഗ് പ്രവർത്തകൻ അത്തരത്തിലൊരു സ്ക്രീൻഷോട്ടോ വാട്സപ്പ് ഗ്രൂപ്പോ ഉണ്ടാക്കിയിട്ടില്ല, അതിലൊരു പോലീസ് അന്വേഷണം വേണം എന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഈ വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കാഫിർ എന്ന പ്രയോഗം ആവർത്തിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസ്താവനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുനീർ പറയുന്നത് വടകരയിൽ അതിതീവ്രമായ വലിയ തോതിലുള്ള വർഗീയ പ്രചരണത്തിന് LDF ശ്രമിച്ചു, CPM ശ്രമിച്ചു. RSS പോലും ചെയ്യാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് MK മുനീർ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പരിഹാസ രൂപത്തിൽ പറഞ്ഞു എങ്കിൽ കൂടി CPMനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ്. മാർക്ക് സംഖ്യകൾ എന്നുള്ള ഒരു പ്രയോഗം അത് CPMനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. MK മുനീറിന്റെ വാക്കുകൾക്കിടയിലെ വരികളും വായിച്ച് വിശദമാക്കുകയായിരുന്നു VS രഞ്ജിത്ത്.